ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് എഫക്ട്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 2 ലിറ്റേഴ്സ് ക്യാൻഡി റെഡും 2 ലിറ്റേഴ്സ് ടൈറ്റാനിക് ലൈറ്റ് സിൽവറും ബേസ് കോട്ടും ടോപ്പ് കോട്ട് ക്യാൻഡിയാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഓർഡർ വന്നേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നാമക്കലിൽ നിന്നാണ് നമുക്ക് ഓർഡർ വന്നേക്കുന്നത്. ഒരു സെഡാൻ പ്രോജക്റ്റാണ്. അപ്പോൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ഒരു 2 ലിറ്റേഴ്സ് എങ്കിലും വേണം. ബേസ് കോട്ട് 2 ലിറ്റേഴ്സ്, ടോപ്പ് കോട്ട് ക്യാൻഡി 2 ലിറ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെ ക്യാൻഡി റെഡിൻ്റെ ഒരു ഔട്ട്പുട്ട് റിസൾട്ട് ഇതാണ് വരുന്നത്. ഒരു പ്യൂർ റെഡ് അല്ല, എനിക്ക് ഒരു ബ്ലാക്കിൻ്റെ ഒരു ടച്ചുള്ള ഒരു ക്ലാസിക് ഫിനിഷാണ് നമ്മുടെ ക്യാൻഡി റെഡിന് വരുന്നത്. കാണാം, നമുക്ക് ഓൾമോസ്റ്റ് ഒരു വണ്ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒരു റെഗുലർ ക്യാൻഡി റെഡായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലാണ്. അപ്പോൾ ഡുവൽ ടോൺ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇതിൽ ശരിക്കും ഇതിൻ്റെ പ്രസൻസിൽ നമുക്ക് എടുത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് കോഡ് ടൈറ്റാനിയം സിൽവറാണ് എടുത്ത് കാണുന്നത്. നമുക്ക് ശരിക്കും ടൈറ്റാനിയം സിൽവർ ഉണ്ടെങ്കിൽ ഒരു ക്യാൻഡി ഫിനിഷ് ആകത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാം, ഈ ടൈറ്റാനിക്സിൻ്റെ സെയിം സ്പാർക്കിൾ എഫക്റ്റ് നമുക്ക് ഈ ക്യാൻഡിയിൽ കിട്ടുന്നുണ്ട്. അല്ലേ, നമ്മുടെ ക്യാൻഡിയുടെ പ്രൊസീജിയർ പലയിടത്തും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർ ഡൗട്ടാണ്. ബിക്കോസ് ഒരു സിൽവറിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഒരു ടിൻറ്റഡ് ക്യാൻഡി നമുക്ക് കവർ ആവുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ റിസൾട്ട് നോർമലി എല്ലാവരും റെഗുലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് കൊടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് റെഡുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന ഒരു ലൈറ്റ് റെഡ് കൊടുക്കും. എന്നിട്ടും അത് കവർ ആവാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഈ ടൈറ്റാനിക്സിൻ്റെ മുകളിൽ നമുക്ക് ക്യാൻഡി റെഡ് സിമ്പിളായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻ്റർകോട്ട് എടുക്കാം. നമ്മുടെ എല്ലാം പോൾ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് കോട്ട് നമ്മുടെ ഇൻ്റർകോട്ടാണ് വരുന്നത്, D90. അത് നമുക്ക് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാം. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർകോട്ട് എടുക്കാം. നമ്മുടെ D90 ഇൻ്റർകോട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ടും പോൾ ബേസ്ഡ് ബേസ് കോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടിലും ഇൻ്റർകോട്ട് എടുക്കാം ആദ്യം. ഓക്കെ, ക്യാൻഡിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഇൻഹൗസ് മെയ്ഡായിട്ടുള്ള ക്യാൻഡി കോൺസെൻട്രേറ്റ് നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഈ കോൺസെൻട്രേറ്റ് വെച്ച് നമുക്ക് 2 ലിറ്റേഴ്സ് വരെ ഇപ്പോൾ മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് മേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് എല്ലാം ഇൻ്റർകോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാണാം. ശരിക്കും ഈ പേളിൻ്റെ ഒരു സൈസില്ലേ, നമുക്ക് ഈ സൈസിൻ്റെ പേളിൽ നമുക്ക് ഔട്ട്സ്പെർ റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ക്യാൻഡി റെഡാണ്. നമ്മളിതിനെ മിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നമുക്ക് റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇൻ്റർകോട്ടിൽ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. മിക്സിങ്ങിന് അങ്ങനെ നമ്മൾ തിക്കായിട്ട് നമ്മുടെ ടൈറ്റാനിക് സിൽവർ നമുക്ക് കിട്ടും. ആക്ച്വലി ഇത് പേൾ ബേസ്ഡ് ആണ്, മെറ്റാലിക് അല്ല, പേളാണ്. അതുകൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് ആയിരിക്കും. നമുക്ക് നോർമൽ പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്ന പോലെ ഒരു പേൾ ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ക്യാൻഡിയുടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടൊരു ബ്ലാക്ക് ടു റെഡ് കോമ്പിനേഷൻ നമുക്ക് ക്യാൻഡി റെഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്കിത് ഇത് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാനും കുറച്ചൊരു കൂൾ ഡൗൺ ടൈം നമുക്ക് ഇതിന് കൊടുക്കാനുണ്ട്, ഒരു 10 മിനിറ്റ്. അപ്പോഴാണ് നമുക്ക് പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ റെഡി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ മേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കൂൾ ഡൗൺ ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ശരിക്കും പിന്നെ തിക്നെസ് നമുക്ക് കാണാം, ടൈറ്റാനിക്സിൻ്റെ അല്ലേ. ക്യാൻഡിഡേറ്റ് നോക്കാം. ഓ, ഇതിപ്പോൾ 2 ലിറ്റർ ബേസ് കോട്ടും 2 ലിറ്റർ ക്യാൻഡിയാണ് വന്നേക്കുന്നത്. നമുക്കിത് കവർ ചെയ്യുന്ന ആക്ച്വലി ഒരു ഹാഷ് ബാഗാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ലിറ്റേഴ്സ് ആപ്ലിക്കേഷൻ വന്നേക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു സെഡാനാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 3 ലിറ്റേഴ്സ് ബേസ് കോട്ടും 3 ലിറ്റർ ടോപ്പ് കോട്ട് ക്യാൻഡി നമുക്ക് വേണ്ടി വരും.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമുക്ക് ബേസ് കോട്ട് വേണ്ടത് ടൈറ്റാനിയം ലെക്സ് ആണ്. നമുക്ക് ഈ ടൈറ്റാനിയം ലെക്സ് വെഹിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് കവറായാൽ മാത്രമേ നമുക്ക് ക്യാൻഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ മുകളിൽ ഈ ടൈറ്റാനിയം ലെക്സിൻ്റെ ടോപ്പിൽ നമുക്ക് ക്യാൻഡി വരുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് എക്സാക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റാനിയം ലെക്സിൻ്റെ ടോപ്പിൽ ക്യാൻഡി വരുമ്പോഴാണ് ശരിക്കും ക്യാൻഡിയുടെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. നമുക്കിപ്പോൾ ഈ റൂമിനകത്ത് ഒരു ലൈറ്റിൻ്റെ കീഴിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരിക്കലും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ശരിക്കും ഒരു വർക്ക് കഴിഞ്ഞ് നമുക്ക് സൺലൈറ്റിൽ വരുമ്പോഴാണ് ശരിക്കും ഈ ക്യാൻഡിയുടെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നോർമൽ പെയിൻറ്റ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ശരിക്കും ക്യാൻഡി റെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മുടെ മേക്കിങ്ങിൻ്റെയും റോ മെറ്റീരിയൽസിൻ്റെ സോഴ്സിങ്ങൊക്കെ കൂടെ ആയിട്ടാണ് നമുക്ക് കുറച്ച് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ക്യാൻഡി റെഡും റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാൻഡി റെഡും വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾ പെയിൻറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇത് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ സെയിം ക്വാളിറ്റി തന്നെ ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് 11 ഷെയ്ഡ് നമുക്ക് ക്യാൻഡി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയ്ഡ് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ക്യാൻഡി മാത്രമല്ല, നമ്മൾ ഡീൽ ചെയ്യുന്ന ഒത്തിരി പെയിൻറ്റ്സും ഒത്തിരി കാറ്റഗറീസും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന വീഡിയോ ആക്ച്വലി റോ വീഡിയോ ആണ്, വേറെ എഫക്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ക്യാൻഡി ആക്ച്വലി നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണിത്, നിങ്ങൾക്കറിയാം. ഇത് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് പോകുന്നത് നമുക്ക് ഈ ക്യാൻഡിയാണ്. ക്യാൻഡിയിൽ റെഡ് ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് പോകുന്നത്. കാരണം ഇപ്പോൾ ഒരു ഗ്യാരേജിലുള്ള ഒരു ആൾ നമ്മുടെ ക്യാൻഡി ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് ക്യാൻഡി എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചൂസിങ് നമ്മളായിരിക്കും. കാരണം പുള്ളിക്ക് അറിയാം അതിൻ്റെ ഡിഫറൻസ്. കാരണം അതിൻ്റെ ക്വാളിറ്റിയും സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഈസിനെസ്സും എല്ലാം നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ നോർമൽ റിസൾട്ടാണെന്ന് പറഞ്ഞാൽ ഒരു 3 കോട്ട് ഓവർ ടൈറ്റാനിയം ലെക്സ് ആണ്. നമുക്കൊരു 4-5 പെയിൻറ്റ് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തതിന് ശേഷം ഒരു 4-5-6 കോട്ട് നമ്മൾ ഒരു 2 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഓരോ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള റെഡ് കിട്ടും. അപ്പം ചില ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന അതായിരിക്കും, കുറച്ച് ഡാർക്കിൽ നിൽക്കുന്ന ഒരു ക്യാൻഡി റെഡ് ഫിനിഷും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഈ ടോപ്പ് കോട്ട് ക്യാൻഡി മാത്രം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ട് നിങ്ങൾക്ക് ടൈം എടുത്ത് ഓരോ കോട്ട് കൊടുത്ത് ഇതിനെ ഡാർക്കറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കസ്റ്റമൈസേഷൻ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ നമുക്ക് സേഫായിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ്. ഓഫ് കോഴ്സ് നമുക്ക് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറയുകയാണ്, നമ്മുടെ പെയിൻറ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് എത്തിക്കേണ്ട കടമ നമ്മുടേതാണ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് സീൽഡായിരിക്കും, ഫുള്ളി ലേബിൾഡായിരിക്കും, പ്രോപ്പർ ഇൻവോയ്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം അറ്റാച്ച്ഡ് ആയിരിക്കും. എന്നിട്ടായിരിക്കും കസ്റ്റമർ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നമ്മളാണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. ഒരിക്കലും അത് സ്പോയിൽ ആവത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും ചാൻസ് ഉണ്ട്, കൊറിയറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചാൻസ് ഉണ്ട് അത് സ്പോയിലായി കഴിഞ്ഞാൽ വി ക്യാൻ റീസെൻഡ് ദ മെറ്റീരിയൽ, നോ ഇഷ്യൂസ്. ഓക്കെ, നമുക്ക് വീഡിയോ ആക്ച്വലി നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. അത് സെയിൽഡായിരിക്കും. പിന്നെ നന്നായിട്ട് പാക്ക് ചെയ്യാം, ഇൻവോയ്സ് എല്ലാം അറ്റാച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കൊറിയർ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.